ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യശ്രോതാ ക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ന വിഷയത്തെ ആധാരമാക്കി ക്ലാസുകൾ നയിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ബിജു വിൽസൺ കരകുളം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകുന്ന പരിശുദ്ധനായ ദൈവത്തിന് ഈ പ്രഭാതത്തിൽ മഹത്വവും ബഹുമാനവും സ്തുതിയും അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി തൃപ്പാദം എന്ന ഈ പ്രഭാത ശുശ്രൂഷയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയം സംബന്ധിച്ച് ചില പാഠങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ പഠിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനസ്സലിവ് എന്ന വിഷയം പഠിക്കാനായിട്ട് നാം കർത്താവിൽ ശരണപ്പെടുകയാണ്. നമ്മുടെ കർത്താവ് ഈ ലോകത്തായിരുന്നപ്പോൾ അവിടുന്ന് സമ്പൂർണ്ണ ദൈവമായിരിക്കുമ്പോൾ തന്നെ സമ്പൂർണ്ണ മനുഷ്യനായിരുന്ന വ്യക്തിത്വമാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ കാര്യങ്ങൾ അല്പമായി പരിശോധിക്കുവാൻ പഠിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. ഈ ലോകത്തുള്ള സകല മനുഷ്യർക്കും ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ഉന്നതമായിരിക്കുന്ന ഒരു ഗുണമാണ് മനസ്സലിവ്. എല്ലാവരും മനസ്സലിവുള്ളവരായിട്ട് മാറിയിരുന്നുവെങ്കിൽ ഈ ലോകത്തിൽ കാണുന്നതായിരിക്കുന്ന അധർമ്മ പ്രവൃത്തികൾ, അതുപോലെ തന്നെ അഴിമതി, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമായിരുന്നു. എന്നാൽ മനുഷ്യൻ മനസ്സ് മരവിച്ചവനായി മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ട് ജീവിക്കുകയാണ്. എന്നാൽ ദൈവമക്കളാകുന്ന നാം ഓരോരുത്തരും കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മനസ്സലിവ് ശരിയായി മനസ്സിലാക്കിക്കൊണ്ട് മനസ്സലിവുള്ളവരായി ജീവിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്ന കാര്യം തന്നെയാണ്. കർത്താവായ യേശു ഈ ലോകത്തായിരുന്നപ്പോൾ അവിടുന്ന് പലരോടും മനസ്സലിഞ്ഞു എന്ന് നാം വായിക്കുന്നു. ഒന്നാമതായിട്ട് സ്ത്രീകളോട് കർത്താവിന് മനസ്സലിവുണ്ടായി. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 13-ാം വാക്യത്തിൽ നൈൻ എന്ന പട്ടണത്തിലെ വിധവ, ആ വിധവയുടെ ഏക മകൻ മരിച്ചു. അവരുടെ വിലാപം, അവരുടെ ആ കരച്ചിൽ കർത്താവിൻ്റെ ചെവിയിലെത്തി. കർത്താവ് മനസ്സലിഞ്ഞ് ആ സ്ത്രീയോട് കരയേണ്ട എന്ന് പറഞ്ഞു. മാത്രമല്ല തൻ്റെ മകനെ ജീവനോടെ അവർക്ക് നൽകി. അവനെ കർത്താവ് മനസ്സലിഞ്ഞ് ഉയർപ്പിച്ചു. പുരുഷന്മാരോട് കർത്താവിന് മനസ്സലിവുണ്ടായി. കുരുടന്മാരായിരിക്കുന്ന 2 വ്യക്തികൾ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചപ്പോൾ കർത്താവ് അവരോട് മനസ്സലിവ് കാണിച്ചു. കർത്താവ് അവരുടെ രോഗത്തിന് പൂർണ്ണ മാറ്റം നൽകി. മനസ്സലിവ് എന്താണെന്നുള്ള കാര്യം ലോകത്തിൻ്റെ മുമ്പാകെ കാണിച്ചു. മത്തായി സുവിശേഷം 20-ാം അധ്യായം 34. മാത്രമല്ല പുരുഷാരത്തോട് കർത്താവ് മനസ്സലിഞ്ഞു. ഇടയനില്ലാത്ത ആടുകളായി ഉഴലുന്ന, വഴിതെറ്റി അലയുന്നതായിരിക്കുന്ന മനുഷ്യരെ കണ്ടിട്ട്, പുരുഷാരത്തെ കണ്ടിട്ട് കർത്താവിന് മനസ്സലിവുണ്ടായി. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 36-ാമത്തെ വാക്യം. രോഗികളോട് കർത്താവിന് മനസ്സലിവുണ്ടായി. രോഗികളെ ഈ ലോകത്തുള്ള എല്ലാവരും ഒരുപോലെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം ചുമതലയുള്ളവരാണെന്ന വരിയിലും പലപ്പോഴും രോഗികളെ ഉപേക്ഷിച്ച് കളയുന്നതായിരിക്കുന്ന വിഷയങ്ങൾ നാം ലോകത്തിൽ കാണുന്നുണ്ട്. എന്നാൽ കർത്താവ് രോഗികളെ ഉപേക്ഷിക്കുകയല്ല, പിന്നെയോ രോഗികളോട് അവിടുന്ന് മനസ്സലിവ് കാണിച്ചു. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ രോഗികളോട് മനസ്സലിഞ്ഞ് കർത്താവ് അവരെ സൗഖ്യമാക്കി. വിശക്കുന്നവരോട് നമ്മുടെ കർത്താവ് മനസ്സലിഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിൽ തന്നോട് കൂടെ ഇരുന്ന് ദിവസങ്ങൾ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ പഠിക്കുകയും തന്നോടൊപ്പം കൂട്ടായ്മയിലായി തീരുകയും ചെയ്ത സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പുരുഷന്മാരെയും കണ്ടപ്പോൾ കർത്താവ് അവരോട് മനസ്സലിഞ്ഞു. അവർക്ക് ഉണ്ടായതായിരിക്കുന്ന വചന ധ്യാനവുമായി ബന്ധപ്പെട്ട്, വചനം പഠിക്കാനുള്ളതായിരിക്കുന്ന മനസ്സുമായി ബന്ധപ്പെട്ട് അവർ ചില നാളുകൾ കർത്താവിനോടൊപ്പം ആയിരിക്കുമ്പോൾ അവർക്ക് വിശക്കുന്ന കാര്യം കർത്താവിനറിയാം. ആ വിശക്കുന്നവരാകുന്ന ജനത്തോട് കർത്താവ് മനസ്സലിഞ്ഞ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 32-ാമത്തെ വാക്യം. ഈ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ കർത്താവ് മനസ്സലിവുള്ളവനായിരുന്നു എന്ന വ്യക്തമായിരിക്കുന്ന സംഭവങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയും. മാത്രമല്ല കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉപമകളിൽ, അവിടുത്തെ പഠിപ്പിക്കലുകളിൽ
പ്രധാനമായും ധ്വനിച്ചു നിന്നതായിരിക്കുന്ന കാര്യം മനസ്സലിവ് തന്നെയാണ്. നല്ല ശമരിയാക്കാരൻ്റെ ആ ഉപമയിൽ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, അവന് ആ അർത്ഥപ്രാണനായി വഴിയിൽ കിടക്കുന്ന മനുഷ്യനോട് മനസ്സലിവുണ്ടായി. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 33-ാം വാക്യം. സർവ്വതും മുടിച്ച് മുടിയൻ പുത്രനായിട്ട് ജീവിച്ച് ആ ധൂർത്തുപുത്രൻ ഭവനത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ അവൻ്റെ അപ്പൻ 2 കൈകൾ നീട്ടി സ്നേഹത്തോടുകൂടി അവനെ സ്വീകരിക്കുന്നു. ആ കാര്യം കർത്താവ് വിവരിക്കുമ്പോൾ അപ്പന് മോനോട് മനസ്സലിവുണ്ടായി എന്ന് കർത്താവ് പഠിപ്പിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 20-ാമത്തെ വാക്യം. കർത്താവിൻ്റെ ജീവിതത്തിലും കർത്താവിൻ്റെ പ്രബോധനങ്ങളിലും കർത്താവിൻ്റെ ഉപമകളിലും കർത്താവിൻ്റെ അത്ഭുതങ്ങളിലും കർത്താവിൻ്റെ ജീവിതം മുഴുവനും നിറഞ്ഞതായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് കർത്താവിൻ്റെ മനസ്സലിവ് തന്നെയാണ്. ക്രിസ്തീയ ഉപദേശത്തിൻ്റെ കാതിലായിരിക്കുന്ന ഒരു സത്യമാണ്, ഒരു ഉപദേശ വിഷയമാണ് വിശ്വാസികൾ മനസ്സലിവുള്ളവർ ആയിരിക്കുക എന്നുള്ളത്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 32, ഫിലിപ്പിയർ 2:1, യാക്കോബ് 5:11, 1 യോഹന്നാൻ 3:17 വാക്യങ്ങളിൽ മനസ്സലിവിൻ്റെതായിരിക്കുന്ന മഹത്തായിരിക്കുന്ന ഉപദേശം അപ്പോസ്തലന്മാർ ദൈവസഭയ്ക്ക് നൽകുന്നതായി കാണുവാൻ തക്കവണ്ണം കഴിയും. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമാകുന്ന കർത്താവ് അനുഗ്രഹിക്കട്ടെ. വരുന്ന ദിവസങ്ങളിൽ മനസ്സലിവുള്ളവരായി നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു നമുക്ക് കാണിച്ചതായിരിക്കുന്ന മാതൃക പ്രകാരം ഈ ലോകത്തിൻ്റെ മുമ്പാകെ നമുക്ക് ജീവിക്കാം. ഈ പ്രഭാതത്തിൽ മനസ്സലിവിൻ്റെ സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ധാരാളമായിരിക്കുന്ന കൃപ ദൈവമാകുന്ന കർത്താവ് നൽകട്ടെ. ഈ പ്രഭാതത്തിൽ തുടങ്ങി നമ്മുടെ ജീവിതാവസാനം വരെയും മനസ്സിലുള്ളവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് അനുകരിക്കാം. കർത്താവിൻ്റെ പാത പിൻപറ്റി അവിടത്തെ അനുഗമിച്ചുകൊണ്ട് നമുക്ക് ക്രിസ്തീയ ജീവിതം നയിക്കാം. ഈ പ്രഭാതത്തിൽ ഈ ചിന്തകളാൽ ദൈവമാകുന്ന കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.